രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ടയെന്നും വി ഡി സതീശൻ ആവർത്തിക്കുന്നു. എന്നാൽ പ്രചാരണം മൂർധന്യതയിലെത്തി നിൽക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാകാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകുകയാണ്. വോട്ടെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? ഇല്ലെങ്കിൽ ശബരിമല അജണ്ടയാക്കാനുള്ള പ്രതിപക്ഷ നീക്കം പാളുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് വി ആർ അനൂപ്, CPM വക്താവ് ഡി സുരേഷ് കുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം അനൂപിലേക്ക്. അനൂപ്, എത്ര ആത്മവിശ്വാസത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട എന്ന്? എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇന്ന് വേറൊരു രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രാഹുൽ ഈശ്വർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 2 മണിക്കൂറായി ചോദ്യം ചെയ്യുന്നു. അതായത് അതിനെ ചർച്ചയാക്കും വിധം, അതിനെ അജണ്ടയാക്കും വിധം, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിർത്തുക എന്ന ഒരു തന്ത്രം നടക്കുന്ന പോലെ തോന്നിയേക്കാം നിങ്ങൾക്ക്. പക്ഷെ അതാണ് യാഥാർത്ഥ്യം. അജണ്ട സ്വർണ്ണക്കൊള്ളയല്ല, രാഹുൽ തന്നെയാണ് എന്ന് തോന്നുന്നില്ലേ? അല്ല, തുടക്കം മുതൽ ഈ അജണ്ടകൾ അങ്ങനെ എത്തിക്കാനുള്ള വലിയ പരിശ്രമം നടന്നു. ഇത് പുതിയ കാര്യമല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയെക്കുറിച്ചുള്ള പത്രസമ്മേളനം നടന്നതിൻ്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയമേ അല്ല സംഘപരിവാറിനെതിരെ രാജ്യത്തെ മറ്റ് മുഖ്യമന്ത്രിമാർ സ്റ്റാലിനും മമതാ ബാനർജിയും അടക്കം പിൻപറ്റിയൊരു വിഷയത്തെക്കുറിച്ചല്ലല്ലോ പിറ്റേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. അത് രാഹുൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ചോരിയെക്കുറിച്ചെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പറയുമ്പോഴും കേരളത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞ് പ്രതിരോധിക്കാൻ നോക്കിയ ആളുകളാണ്. ഇത് പുതിയ കാര്യമല്ലാതാകുന്നതിനൊരു കാര്യമുണ്ടെന്നേ. ഈ സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് പിന്നാലെ പോവുക, സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ CPM പോയിട്ട് എത്ര നാളായി? ഇവിടെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് എന്താ? ഈ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിഫലിക്കുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും ഈ സംഘപരിവാർ അജണ്ടയും തമ്മിൽ എന്താ ബന്ധം? അല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല അജിൻസെ, ഞാൻ പറഞ്ഞില്ല അത്. ഇവിടെ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. രാജ്യത്തെ മറ്റ് മുഖ്യമന്ത്രിമാർ സ്റ്റാലിൻ, മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നു. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ ഉന്നയിക്കുന്ന വിഷയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരിയല്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയണ്ട, വോട്ട് ചോരിയെക്കുറിച്ച് പറയാമല്ലോ. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞ ആളുടെ പേരാണ് പിണറായി വിജയൻ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ സംഘപരിവാർ വിരുദ്ധമായ ഇത്തരം വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അതിനെ സ്പർശിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉന്നയിക്കുന്നതിനകത്ത് കൃത്യമായ അജണ്ട ഇടുന്നേ. ഈ ശബരിമല വിഷയം എന്ന് പറയുന്നതിനകത്ത് പോലും സംഘപരിവാർ താല്പര്യങ്ങളല്ലേ? ഇവിടെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി UP മുഖ്യമന്ത്രി, നമുക്കറിയാം, കേരളത്തിൽ ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നവിടെയാണ് തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്ന്, UP നിന്ന് അങ്ങനെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ പോലും അങ്ങനെ വരുന്നില്ല. പക്ഷേ അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ടൊന്നും ഒരു പ്രത്യേകതയുമില്ലാത്ത, ഒരു പ്രാതിനിധ്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കേരളത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. മറ്റ് മുഖ്യമന്ത്രിമാരുണ്ട്, ഇന്ത്യ സഖ്യത്തിൻ്റെ തന്നെ ഭാഗമായ ആളുകളുണ്ട്. പക്ഷെ അവരെയൊന്നും കൊണ്ടുവരാതെ ഇവിടെ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരുന്നു. അതിനകത്തൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. ഈ ശബരിമല വിഷയത്തിൽ സംഘപരിവാർ പാലിക്കുന്ന മൗനത്തിനും കൃത്യമായ അജണ്ടയുണ്ടെന്നേ. ഇവർ തൊട്ടതിനും പിടിച്ചതിനും ED വരുന്ന ഒരു സംവിധാനം രാജ്യത്ത് നിലനിൽക്കുകയല്ലേ. ഇവിടെ ED കേസുണ്ടോ അന്വേഷിച്ച് നടക്കല്ലേ. ഇപ്പോൾ പോലും സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള മൗനം, അവരുടെ സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള മൗനം, ഇതൊക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ പരിശ്രമമുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് അതിലൊന്നും വീണു പോകുന്ന സാഹചര്യമില്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ നിരന്തരം ആവർത്തിച്ച് പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയും, ശബരിമലയിൽ യോഗി ആദിത്യനാഥ് വന്നതിനെക്കുറിച്ച് പറയും, PM ശ്രീ പദ്ധതിയിൽ സംഘപരിവാർ അനുകൂല നയം നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിനെ കുറിച്ച് പറയും. ഞങ്ങൾ ഈ ഇലക്ഷൻ്റെ അജണ്ട എന്താണ് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയോ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയോ നിങ്ങളുടെ പ്രചാരണത്തെ സ്വാധീനിക്കില്ല എന്നാണ് അനു പറയുന്നത്. അതിനർത്ഥം ഇപ്പൊ നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള കേസിൽ എപ്പോൾ അറസ്റ്റ് വേണം, എന്തന്വേഷിക്കണം, ആരൊക്കെ കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിനൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും. മറ്റൊരിടത്ത് അങ്ങനെയല്ല. അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യൽ സർക്കാരിനെ സംബന്ധിച്ച് എളുപ്പമാണ് നിങ്ങൾ അങ്ങനെ ഭയക്കുന്നുണ്ടെങ്കിൽ. അജിംസെ, നമ്മളൊരു ആളുകളുടെ സാമാന്യ വിവേകത്തെ പരിഹസിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ സമൂഹ മധ്യത്തിലില്ലേ? കോൺഗ്രസ് സ്വീകരിക്കാവുന്നതിൻ്റെ പരമാവധിയിൽ കോൺഗ്രസ് നിൽക്കുകയാണ്. സമാനമായ സാഹചര്യങ്ങളിൽ CPM സ്വീകരിച്ചത്, BJP സ്വീകരിച്ചതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കല്ലേ? ജനങ്ങൾ താരതമ്യം ചെയ്യട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഭയാശങ്കകളൊന്നുമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങൾ സ്വീകരിക്കാവുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടൈമിങ്ങിനെ കുറിച്ച് പോലും ജനങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആരെയും പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നില്ലല്ലോ. കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനമോ ഏതെങ്കിലും വ്യക്തിയെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, നിയമ സംവിധാനം അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് പ്രസക്തമല്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ കുറ്റം ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പോലും അനൂപ് അങ്ങനെ കൈകഴുകാൻ പറ്റില്ല. ഇന്നലത്തെ ഒരു ദിവസം അനൂപ് പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നു. ആ എഡിറ്റോറിയൽ അനൂപും വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെ ഇന്നലെ KPC അധ്യക്ഷൻ പറഞ്ഞതാണ് ഞങ്ങൾ പരിശോധിച്ചിട്ടുമില്ല, ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്നും അതേ ആൾ തന്നെയായിരിക്കും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടാവുക വീക്ഷണത്തിൽ. അജിംസ് പോലും ഇത് CPM ഇത് അജണ്ടയാക്കാൻ പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങും അതിനാണ് പരിശ്രമിക്കുന്നത്. ഇത് കൃത്യമായ ഇതിനകത്ത് നിലനിൽക്കുന്ന വിഷയം എന്ത്, ഇഷ്യൂ എന്താണ് കേരളത്തെ സംബന്ധിച്ച് നോൺ ഇഷ്യൂ എന്താണെന്നുള്ള ഒരു വിവേചന ബുദ്ധിയോടുകൂടി CPMന്റെ അജണ്ട എന്താണ്? CPMന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ ഒരു വിഭാഗമെങ്കിലും ഈ ഇരയെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗമെങ്കിലും പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് അവരുടെ അജണ്ട. ആ അജണ്ടയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന ആരാണ്? വീക്ഷണം പത്രമാണ്. വീക്ഷണ പത്രത്തിന്റെ എഡിറ്റോറിയലാണ്. ഈ ചർച്ച അജിംസ് തന്നെ ആദ്യം പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചർച്ച അതിലേക്ക് കൊണ്ടുപോകണമെന്ന്. പക്ഷെ അജിംസ് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കരുത്. നമുക്ക് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ശബരിമലയുണ്ട്, PM ശ്രീ ഉണ്ട്. അത്തരം കേരളത്തിന്റെ തീർച്ചയായിട്ടും ആ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളോടൊപ്പം തന്നെ എങ്ങനെയാണ് CPMന്റെ അജണ്ടയ്ക്ക് നിങ്ങൾ വളം വെച്ചു കൊടുക്കുന്നതെന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അജിംസെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്വീകരിക്കാവുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അത് പറയേണ്ടത് ആരാ? KPCCയുടെ പ്രസിഡന്റാ. KPCCയുടെ പ്രസിഡന്റ് പറയുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഘടന, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളല്ലല്ലോ അജിംസ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. കോൺഗ്രസിന് എല്ലാ കാലത്തും ഏറ്റവും വലിയ സുപ്രധാനമായ വിഷയത്തിനകത്ത് പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും പാർട്ടിയുടെ നിലപാടല്ലെന്നേ. പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് KPCCയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാ. അതൊരു കളക്റ്റീവായ ഒരു തീരുമാനത്തിന് ശേഷം KPCC പ്രസിഡന്റ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒരു നിലപാടില്ല. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണെന്നതിലോ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി സംരക്ഷിക്കുന്നില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. തർക്കം ഏത് വിഷയത്തിലാണ്? CPMന്റെ അജണ്ട ഏത് വിഷയത്തിലാണ്? കോൺഗ്രസിലെ ഒരു വിഭാഗം സൈബർ അറ്റാക്ക് നടത്തുന്നു ഇരയെ, കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ രണ്ട് കാര്യത്തിൽ ഇനി തെളിവ് ആവശ്യമില്ല. അനൂപിന് വീക്ഷണ മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ നിന്ന് നോക്കുക. സൂര്യനെല്ലി പെൺകുട്ടിയെ പോലും വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു ആ എഡിറ്റോറിയൽ. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്, കോൺഗ്രസിലെ ഒരു വിഭാഗം ഒന്നും പറയേണ്ട, അതിനെ കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല. സൈബർ ആൾക്കൂട്ടം ചെയ്യുന്നതിനൊന്നും കോൺഗ്രസ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കോൺഗ്രസ് അത് ഓൺ ചെയ്യുന്നുമില്ല. വീക്ഷണം പത്രത്തെയോ ചിന്തിതമായ നിലപാടുണ്ട്. വീക്ഷണം പത്രം ഞങ്ങളുടെ മുഖപത്രമല്ല പറയോ? അല്ല, വീക്ഷണം പത്രം ചെയ്തത് അല്ല, ഒരിക്കലല്ലാതെ വീക്ഷണം പത്രത്തിൽ സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നേ ഞങ്ങളത് തുറന്നു പറഞ്ഞില്ലേ. KPCC പ്രസിഡന്റ് പറഞ്ഞു, മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. പത്രത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പോളിസിക്ക് വിരുദ്ധമായി പാർട്ടി നിലപാടിനെതിരായിട്ടാണ് വീക്ഷണമെന്ന് പത്രത്തിന്റെ മുഖപ്രസംഗം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് തീർന്നില്ലേ? ഞങ്ങളതിനെ KPCC പ്രസിഡന്റ് അതിനകത്ത് ഒരു സംശയത്തിന് ഇടമില്ലാത്തതും പറഞ്ഞു. ഞങ്ങളതിനകത്ത് വീക്ഷണം ചെയ്തത് നല്ല കാര്യമാണെന്നും പറയുന്നില്ല. വീക്ഷണമായാലും ഞങ്ങളത് പറയും അത് ചെയ്തത് ശരിയല്ല, അത് ചെയ്തത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലാരിറ്റി വരുത്തിയില്ലേ ഞങ്ങൾ. ഞാൻ പറയുന്നു, ഞാനതിനെ ന്യായീകരിക്കുന്നില്ല. വീക്ഷണം ആ സന്ദർഭത്തിൽ അത് ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം. അത് തെറ്റ് തന്നെയാണെന്നേ. അത് ഞാനല്ല, KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ. ശരി. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ
വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടെംപ്ലേറ്റ് അതാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ അജണ്ടയാകേണ്ട വിഷയം. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു അജണ്ട. കാരണം അന്വേഷണം നടക്കുന്നു, CPM നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലാകുന്നു, സർക്കാർ പ്രതിരോധത്തിലാകുന്നു. അപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇരയുടെ പരാതി വരുന്നത്, ആ കേസെടുക്കുന്നത്. പക്ഷേ കേസെടുത്ത് ഇത്ര ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് കണ്ടെത്താനോ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ എന്നായിരിക്കും സ്വാഭാവികമായ മറുപടി CPM-ൻ്റേത്. പക്ഷേ ആ അറസ്റ്റ് വൈകും തോറും CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് അജണ്ട അവിടെ സെറ്റ് ചെയ്യപ്പെടുകയാണ്. സുരേഷ് കുമാർ, നോക്കൂ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പോലെ, തെരഞ്ഞെടുപ്പ് അജണ്ട ഏതെങ്കിലും ഒരു സങ്കുചിതമായ വിഷയത്തിൽ ഒതുക്കി നിർത്താനല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കിയ ചിട്ടയായ വികസന പ്രവർത്തനമുണ്ട്. ആ വികസന പ്രവർത്തനം എന്ന് പറയുന്നത്, ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ തുക 600 രൂപയായിരുന്നു. 18 മാസം അത് കുടിശ്ശികയായിരുന്നു. അത് കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, ഇന്ന് പെൻഷന്റെ തുക 2000 രൂപയായി പടിപടിയായി വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി അമ്മമാരുടെ, പിതാക്കന്മാരുടെ, പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കൈകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുമയാർന്ന വികസന പദ്ധതികൾ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സഹോദരിമാർക്ക് ഒരു അലവൻസ് എന്നുള്ള നിലയിൽ 1000 രൂപ വീതം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് പ്രതിവർഷം ഏകദേശം 31.34 ലക്ഷം കൈകളിലേക്കാണ്. 38,000 കോടി രൂപയാണ്. ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4.5 കൊല്ലം പൂർത്തിയാക്കിയിട്ടേ നിങ്ങൾക്ക് ബീഹാറിൽ 10,000 രൂപ വീതം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പണം വിതരണം ചെയ്ത് വോട്ട് ചോരി നടത്തി എന്ന് ഇന്ത്യ സഖ്യം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ അതേ പണി ഇവിടെ ചെയ്യുന്നത്. അതെ, ആശ, അംഗനവാടി, പ്രീ പ്രൈമറി ടീച്ചർമാർ, പാചക തൊഴിലാളികൾ തുടങ്ങിയവർക്ക് 1000 രൂപ വീതം അവരുടെ വേതനത്തിൽ വർധനവ് നടപ്പിലാക്കി. പാലിയേറ്റീവ് നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. കേരളത്തിൽ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വിജ്ഞാന കേരളം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. PSC മുഖാന്തരം ഇന്ത്യയിൽ കൊടുത്ത തൊഴിലിൽ 80% ഏകദേശം 3 ലക്ഷം തൊഴിൽ കൊടുത്തത് കേരളത്തിലാണ്. ഞാനിതൊക്കെ എണ്ണി പറയുന്നത്, അജണ്ട നിശ്ചയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ നോക്കി ഇത്രമാത്രം തരം താഴുമ്പോൾ എന്തേ UDF-നൊരു ബദൽ വികസന നയം, ഒരു പരിപ്രേക്ഷ്യം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്നില്ല? അവർ വെറും ശബരിമലയിൽ മാത്രം കിടന്ന് ഉഴറുന്നതിനാണ്. നിങ്ങൾ തന്നെയാണ് ശബരിമല എന്ന ചെറിയ പ്രശ്നമാണോ, ഒരു സങ്കുചിത വിഷയമാണോ? നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വളരെ ചെറിയ തെരഞ്ഞെടുപ്പ് അജണ്ടയെ ആകാൻ പറ്റാത്തൊരു വിഷയമാണോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല, ശബരിമലയിൽ കിടന്ന് ഉഴറുക, ഇല്ലല്ല, ശബരിമല തീർച്ചയായും, അതെ, ശബരിമല തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിഷയമായി അജണ്ടയായി മാറ്റിക്കോട്ടെ. അജണ്ട സെലക്റ്റീവ് ആകരുത്. അധികാര കസേരയിലിരിക്കുമ്പോൾ തങ്ങളെ സമീപിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും വശീകരിച്ച് അവരെ തന്റെ ഇംഗിതത്തിന് വിധേയമാക്കിയതിനു ശേഷം നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിക്കുന്ന നേതാവിനെ വെള്ളപൂശാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് തന്നെ രംഗത്തിറങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ആ ശബ്ദരേഖ ചമച്ചതെന്ന് ഒരു മടിയും കൂടാതെ, ഒരു ഉളുപ്പും കൂടാതെ ഇവിടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, UDF പ്രതിനിധിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ സാമാന്യ ജനങ്ങളുടെ ബോധത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം ഈ കേരളം കേട്ടതല്ലേ? KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ K സുധാകരൻ എന്താ പറഞ്ഞത്? മിടുക്കനാണെന്നാണ് പറഞ്ഞത്. മിടുക്കൻ. ഇത്തരം മിടുക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്, അതിന്റെ വെട്ടുകിളിക്കൂട്ടം. അദ്ദേഹം പറഞ്ഞത് വെറും സൈബർ ആൾക്കൂട്ടമെന്നാണ്. വെറും സൈബർ ആൾക്കൂട്ടമല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കേക്കച്ചൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കരുത്ത് അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നത് നിങ്ങൾ പരിശോധിക്കണം. ഏതെങ്കിലും പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്ത് പരസ്യമായി, ആൾക്കൂട്ടമല്ല, സൈബർ ചാവേർ പട അവരെ വേട്ടയാടുകയാണ്. ഇന്ന് വല്ലാത്ത നിലയിൽ ഇന്നിപ്പോ അതിന്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ 2 ആരോപണം ഇവിടെ ഉന്നയിച്ചു. ഒന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു.
നിങ്ങൾ ഇടയ്ക്ക് കയറരുത്. നിങ്ങളുടെ ഒരു തനത് ശൈലിയാണ് ഇങ്ങനെ ഇടയ്ക്ക് കയറരുത്. കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടിമരം പൂശിയതുമായി ബന്ധപ്പെട്ട് 4 കിലോ സ്വർണം അടിച്ചു മാറ്റപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? PM-ശ്രീ പദ്ധതി നിങ്ങൾ ചർച്ച ചെയ്ത് ഞാൻ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ചർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇത് അജിംസാണോ സംസാരിക്കുന്നത്, കോൺഗ്രസിന്റെ പ്രതിനിധിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. PM-ശ്രീ പദ്ധതി കേരളം ഒപ്പിടുന്നതിന് മുൻപേ കർണാടക ഒപ്പിട്ടിരുന്നു. ആ കർണാടക ഭരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? സിദ്ധരാമയ്യയാണ്, നിങ്ങളുടെ നേതാവാണ്. അതെല്ലാം മറച്ചു വെച്ചിട്ട് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സാമാന്യ ജനത്തിന്റെ യുക്തിയെയും ബുദ്ധിയെയും പരീക്ഷിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുന്നത്, ഇത് നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വ്രത പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. ഞാൻ അധിക ദൂരമൊന്നും പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങളുടെ വാട്ടർലൂ ആകാൻ വേണ്ടി പോവുകയാണ്. കാരണം നിങ്ങൾ പറയുന്നത് തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടെന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും പറയും ശബരിമല മാത്രം ചർച്ച ചെയ്താൽ മതി, അതിനപ്പുറത്തോട്ട് ചർച്ച ചെയ്യണ്ട. ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങളുടെ യുവ നേതാക്കന്മാരിലെ പ്രധാനപ്പെട്ട ഐക്കണെന്ന് വിശേഷിപ്പിച്ച ഒരു നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മയെന്നൊന്നും പറഞ്ഞാൽ തീരില്ല. അങ്ങേയറ്റത്തെ മോശപ്പെട്ട പ്രവൃത്തി. അതിന് കുടപിടിക്കുന്നവരാരാ? KPCCയുടെ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരുമാണ്. അവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവരാണ് ആക്രമണം ഒരു സന്ധിയുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ നാടിനെ എങ്ങോട്ടാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നാടിന്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടണ്ട, ഇതുമാത്രം ചർച്ച ചെയ്താൽ മതി, അക്കാര്യങ്ങളൊന്നും പറയണ്ട, ഞങ്ങൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനപരമായിട്ടുള്ള ഒട്ടേറെ കാഴ്ചപ്പാട് നിറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് വെറും വാഗ്ദാനങ്ങളല്ല, പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, നടപ്പിലാക്കിയവയാണ്. ഒന്നൊന്നായി നടപ്പിലാക്കിയവയാണ്. നിങ്ങൾ നോക്കൂ, ഏകദേശം 32,000 തസ്തികകൾ ഈ സർക്കാർ ഈ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലയളവിൽ അത് ഓപ്പൺ ചെയ്ത് വിദ്യാർത്ഥികളെ അതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് വേണ്ടി ആനയിച്ച സർക്കാരാണ്. വെറുതെ വിൺവാക്ക് പറയുന്നതല്ല. ഉദ്യോഗാർത്ഥികളുടെ സമരം ഏറ്റവും കൂടുതൽ നടന്ന സർക്കാർ എന്ന ഒരു പദവി സർക്കാരിനായിരിക്കും. നിങ്ങൾ തസ്തിക കൂട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. ഉദ്യോഗാർത്ഥികളുടെ സമരം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാരായിരിക്കും കേരള ചരിത്രത്തിൽ. അല്ല, സ്വാഭാവികമായിട്ട് സമരത്തിനൊന്നും ഞങ്ങൾ എതിരല്ല. അതിനേക്കാൾ വലിയ സമരങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. സമരങ്ങൾ നടക്കുമ്പോഴും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോഴും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി അതിൽ ശരിയേത് തെറ്റേത് എന്നതിനെ സംബന്ധിച്ച് ശരിയെ തെരഞ്ഞെടുക്കാനുള്ള എല്ലാവിധ അവസരവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ശരി തെരഞ്ഞെടുക്കലിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സർക്കാരിന് തുടർച്ചയുണ്ടായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടന്നപ്പോൾ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ലോക്കൽ ബോഡിയിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ വന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് ഈ കാലയളവിൽ നേതൃത്വം നൽകിയിരുന്ന ആളാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അവിടുത്തെ കക്ഷിനില എത്രയെന്നറിയാവോ? 26 അംഗങ്ങളിൽ 21 ആണ്. 5 UDF-ഉം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, 21 LDF-ഉം. ഈ രൂപത്തിലേക്ക് കേരളത്തിന്റെ കോർപ്പറേഷനിൽ 10 അംഗങ്ങളായി കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ കുറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തുകൾ ഏകദേശം 73 പഞ്ചായത്തുകളുള്ളതിൽ 20-ൽ താഴെ പഞ്ചായത്തുകൾ മാത്രം ഐക്യജനാധിപത്യ മുന്നണി. 11 ബ്ലോക്ക് പഞ്ചായത്തുള്ളതിൽ വെറും 10 LDF-ഉം ഒരെണ്ണത്തിൽ തുല്യം വന്നപ്പോൾ ടോസിലൂടെ ഐക്യജനാധിപത്യ മുന്നണി. 4 മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണം പോലും ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. ഈ രൂപത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി തകർന്നടിഞ്ഞതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഞങ്ങളുടെ മുൻപേ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ വെട്ടുകിളി കൂട്ടമുണ്ടല്ലോ, അവർ നിങ്ങൾ തമ്മിൽ തന്നെ നടത്തുന്ന പരസ്പരം പഴിചാരൽ, പരസ്പരമുള്ള യുദ്ധ വെറിപൂണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രോശങ്ങൾ, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ, അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, ഒരു സംഘടനാ രൂപമാകാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒറ്റ സീറ്റിലേക്ക് നിങ്ങൾ തിരുവനന്തപുരത്ത് അവശേഷിച്ചു. അത് കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെയും പിറകിലാകാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ചരിത്രപരമായ വസ്തുത. ആ വസ്തുത മറച്ചു വെച്ചിട്ട് ശബരിമല ചർച്ച ചെയ്യണമെന്ന് ആവർത്തിച്ച് കേരളത്തിന്റെ നടപ്പിലാകില്ല. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ദാമോദർ പ്രസാദ്, യഥാർത്ഥത്തിൽ ഒരു അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞൊന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയാണ് ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്തത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതോടുകൂടി. അല്ലാതെ UDF പ്രത്യേകമായ എന്തെങ്കിലും അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. UDF-ന് മുമ്പിലേക്ക് ഹൈക്കോടതി ഒരു അജണ്ട വെച്ച് നീട്ടുകയായിരുന്നു.
അതവർ പരമാവധി ഉപയോഗിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വിഷയം വരുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ അത് രണ്ടും പരിഗണിക്കാതെ യഥാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരു തിരിച്ചടിയെ മറികടക്കാൻ എന്നോണം നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അതിൽ പെൻഷൻ തുക വർധന മുതൽ നിരവധി ക്ഷേമ പദ്ധതികൾ മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തിരിച്ചടി മറികടക്കാൻ ഉതകിയോ എന്ന് ചോദിച്ചാൽ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള അവരുടെ മേധാവിത്വം നിലനിർത്താനും അവർക്ക് പക്ഷേ സാധിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ അജണ്ട എന്താണ്? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്താണ്? അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയം തമ്മിലുള്ള മത്സരം നിലയ്ക്കാണ് ഈ ചർച്ചയിലും പൊതുവിലും മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്. അതായത് ഒന്ന്, ശബരിമല നടന്ന വൻതോതിലുള്ള സ്വർണ്ണ കവർച്ച; രണ്ട്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ചൂഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലും അതിനെ തുടർന്നുള്ള പരാതിയും. ഇത് രണ്ടും CPM അതുപോലെ തന്നെ LDF-ഉം UDF-ഉം വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. തങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണെന്നുള്ളത്. മൂന്നാമതൊരു കക്ഷിയും കൂടി കേരളത്തിലുണ്ട്, NDA BJP. BJPക്ക് ഈ രണ്ട് അജണ്ട BJPയുടെ അജണ്ടയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം അജണ്ടയാണ്, ശബരിമല അജണ്ടയാണ്. BJP ആ ക്യാമ്പയിൻ ശബരിമലയെ കുറിച്ചുള്ള അനൂപ് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശബരിമല അത്യാവശ്യങ്ങളൊക്കെ BJP ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തൃശ്ശൂരൊക്കെ BJP നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തൃശ്ശൂർ ഈ ശബരിമല ക്യാമ്പയിനൊക്കെ വളരെ ശബരിമലയുടെ ക്യാമ്പയിൻ BJP ആസൂത്രിതമായി വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവും BJP ഉപയോഗിക്കുന്നുണ്ട്. കാര്യം അവരുടെ ചാനലും വിദഗ്ധമായ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് അജണ്ടയും LDF-ഉം UDF വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരത്താണ്, അദ്ദേഹം പ്രധാനം തിരുവനന്തപുരത്താണെങ്കിൽ BJP ഇവിടെയൊക്കെ നല്ല സ്വാധീന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അവരവരുടെ സ്വാധീനം ടെസ്റ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിയമസഭയല്ലത് കാര്യം വാർഡ് തലത്തിൽ BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള പല സ്ഥലങ്ങളുണ്ട്. ആ BJP രണ്ടിനെയും വിദഗ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു രാഷ്ട്രീയം പറയാൻ പറ്റുന്നൊരു അജണ്ടയാണ്. രണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അടിച്ചു ചേർക്കാൻ പറ്റുന്നൊരു അജണ്ടയാണ് മറ്റേ രാഹുൽ മാങ്കൂട്ട് വിഷയം. അതേസമയം നമ്മൾ നോക്കുക, രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊടുത്ത വിഷയമുണ്ട്. ഇന്ന് കേരളത്തിൽ എല്ലാ ജനങ്ങളും അനുഭവിക്കുന്ന വിഷയം. കാര്യം SIR ഒരു മൃദു, എൻ്റെ അഭിപ്രായത്തിൽ അത് റിപ്രഷൻ തന്നെയാണ്, റിപ്രസീവ് മെഷറാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നമ്മളെല്ലാം വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. ഇത് ഫോം ഫില്ല് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള ഒട്ടനവധി ആശങ്കകൾ, നമുക്ക് വോട്ട് നഷ്ടപ്പെടുമോ തുടങ്ങി വലിയ ഗൗരവമായ വിഷയം SIR-ആയി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല എന്ന് പറയാം. BLOൻ്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലാണ് അവസാനം വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഗൗരവമായ വിഷയം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ഒരു നിസ്സാര അജണ്ടയായിട്ട് കാണാൻ പാടില്ല. കാര്യം SIR-ആയി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക കേരള സമൂഹത്തിലും ഇന്ത്യയിലെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. കാര്യം ഓരോ തവണ വരുമ്പോൾ തങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുന്ന നിസ്സാര കാര്യമല്ലല്ലോ. കാര്യം നമ്മുടെ ജനാധിപത്യത്തിന് അവകാശം നഷ്ടപ്പെടുകയാണ്, പൗരത്വം നഷ്ടപ്പെടുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതാണ്. ഇത് ഈ രണ്ടു പേർക്കൊരു വിഷയമല്ല. നിങ്ങൾ ഈ UDF ഈ കേരളത്തിൽ SIR ഉന്നയിച്ചതുണ്ടോ? എപ്പോഴാണ് SIR വിഷയം വരുന്നത്? SIR വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിർണായകമാണ്. മലബാറിലൊക്കെ വലിയ വിഷയം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മൾ അനുഭവിക്കുന്ന അവിടെ കാണാൻ പറ്റുന്ന വിഷയമാണ് ഇത്. SIR ഉന്നയിക്കുന്നുണ്ടോ? LDF ഈ സംബന്ധിച്ചോളം SIR സംസ്ഥാന സർക്കാർ കോടതി പോയി ശരി തന്നെയാണ്. കാര്യം SIR സമയം നടന്നത്, പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. SIR ഈ LDF ഉന്നയിക്കുന്നുണ്ടോ? LDF സംബന്ധിച്ചോളം ഈ രാഹുൽ മാങ്കൂട്ട് ഉയർത്തിക്കൊണ്ടത് ശരിയാണ്. ഞാനിതിൻ്റെ അകത്ത് ഈ ക്ഷേമ പെൻഷൻ ഉയർത്തിയതൊക്കെ ഈ വോട്ട് ചോരിയെ ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാതിരുന്ന കാര്യം, 10,000 രൂപ ബീഹാറിൽ കൊടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പായി തൊട്ടുമുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷമാണ് ആ പണം പലരിലേക്ക് എത്തിയതെന്നാണ് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട വിമർശനമുള്ളത്. ഇവിടെ സംബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ ഉയർത്തുന്നത് അത് ഇലക്ടർ ഡെമോക്രസിയിൽ പോപ്പുലിസം വരുന്നത് ജനങ്ങളുടെ വിജയമായിട്ട് കണ്ടാൽ മതി. കാര്യം ഈ കുറേ കാര്യം ചൂഷണം ചെയ്തിരിക്കുന്ന സർക്കാരിന് പല രീതിയിൽ അവർ ആഡംബര ജീവൻ നയിക്കുന്ന ആൾക്കാരെ നമുക്കറിയാമല്ലോ. ഈ ഭരണാധികാരികളായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ ആര് ബന്ധത്തിൽ അവർ വലിയ വാഹന വ്യൂഹത്തിലേക്കേ പോവുക. ജനകീയ നേതാക്കളാണ്. അത് വേറെ വിമർശനം നിൽക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും പരിശോധിക്കേണ്ട കാര്യമാണ്. അതൊരു പാർട്ടിയെ കേന്ദ്രീകരിച്ച് വന്നാൽ അപ്പോൾ ഇങ്ങനെ സമയത്ത് ഈ പിറ്റൻസ് ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കും അവസാന ഇലക്ഷൻ സമയത്ത്. അതൊക്കെ ആൾക്കാർ കിട്ടുന്നുണ്ട്, അവരതിൻ്റെ ഗുണഭോക്താക്കളെ ഇതാക്കും. പക്ഷേ അത് ഇലക്ഷൻ വോട്ടായി മാറുന്നതല്ല. കാര്യം എന്തൊക്കെ തന്നെ ആ പോപ്പുലിസം എന്നുള്ളത് ജനാധിപത്യത്തിൽ അവസാനം ജനങ്ങളെ ആത്യന്തികമായി ജനങ്ങളുടെ ഭയപ്പെടുന്നു. ഈ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ ഭയപ്പെടുന്ന തെളിവ് മാത്രമാണ് ഈ പോപ്പുലിസം. അത് നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കണം, കാണേണ്ടത്. അവസാനം ജനങ്ങളുടെ അടുത്ത് പോയി വോട്ട് കിട്ടണമെങ്കിൽ അവർക്ക് പൈസ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. ഇത്രയും കാലം 4 വർഷം 5 വർഷം ഭരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവരെ സംബന്ധിച്ചുള്ള അതൊരു എന്താ പറയുക, ജനാധിപത്യത്തിൽ ജനങ്ങളെ ആത്യന്തികമായി അവസാനം ഭയപ്പെടുന്നു എന്നുള്ളതിനൊക്കെ ലക്ഷണം തന്നെയാണ്. അത് ഏത് സർക്കാരാണെങ്കിലും, അത് നിതീഷ് കുമാർ സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ലോകത്തെ ഏത് സർക്കാരാണെങ്കിലും അത് മോഡി സർക്കാരാണെങ്കിലും അതൊക്കെ ആത്യന്തികമായിട്ട് അത് തന്നെയാണ്. പക്ഷെ ഇവിടെ ജനാഭിലാഷത്തെ, ജനങ്ങളുടെ രോഷത്തെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസം കൂടിയാണ്.
അമിത ആത്മവിശ്വാസം ആണ്. അമിത ആത്മവിശ്വാസത്തേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു നിവൃത്തിയില്ല. കാര്യം ഒരു സർക്കാരെ സംബന്ധിച്ചോളം ഇത് കൊടുക്കാതെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള വലിയ പ്രത്യേക കാര്യം നമ്മുടെ ഈ കോവിഡ് അനന്തരം നമുക്ക് മനസ്സിലായി. കോവിഡിനെ സംബന്ധിച്ചോളം ആ ഇലക്ഷൻ റിസൾട്ട് എല്ലാം നിർണായക സ്വാധീനിച്ചതാണ് കോവിഡിലെ. അത് ഗവൺമെൻറ് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കാര്യം ഗവൺമെൻറ് നടത്തിയ പല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വ്യത്യസ്തമായിട്ട് വളരെ എന്താ പറയുക പോസിറ്റീവായിട്ട് പ്രവർത്തനം നടത്തിയിരുന്ന കാര്യം സംബന്ധിച്ചു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഗവൺമെൻറ് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഗുണഫലമാണ് രണ്ടാമത് പിണറായി സർക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും സർക്കാർ ഇത്ര മെഷേഴ്സ് എടുക്കും. അതിന് പോസിറ്റീവ് വശമുണ്ട്. പക്ഷേ അതേസമയം ജനങ്ങൾ അംഗീകരിക്കാൻ ഒരു നിവൃത്തികേണ്ട അംശവും സർക്കാരിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അകത്തുണ്ട്. അത് ഒരു സർക്കാരിനെ കുറിച്ച് മാത്രമല്ല, അത് പോപ്പുലിസവും ഡെമോക്രസിയായി ബന്ധപ്പെട്ട ഒരു സവിശേഷ വിഷയമാണ്. അത് ഇവിടുത്തെ കാര്യം മാത്രമല്ല, അതുകൊണ്ട് അത് കേരളത്തിൽ വന്ന് നിൽക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞോട്ടെ. കേരളത്തിൽ ക്ഷേമപെൻഷൻ വലിയ ചരിത്രമുണ്ട്. അത് UDF ആ കാര്യത്തിൽ LDF ക്ഷേമപെൻഷൻ ഉയർത്തി കൊടുക്കുന്ന കാര്യത്തിൽ ഒരേപോലെ തന്നെ അവർ പ്രതിജ്ഞാബദ്ധത കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ വിഷയമുണ്ട് നമ്മുടെ അജണ്ടയെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ട വിഷയം ഉയർത്തപ്പെടേണ്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ഷൻ്റെ ഈ മൂർധന്യ സമയത്ത് പരാതി വരികയും മുഖ്യമന്ത്രി പരാതി സ്വീകരിക്കുകയും ആ സമയത്ത് അത് ഇനി ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ രാഹുൽ മാങ്കൂട്ട അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, സിദ്ദിഖിനെതിരെ അറസ്റ്റ് നടന്നു. ഒന്ന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ എത്ര ഓടി നടന്നു പോലീസ്. കേരള പോലീസ് എന്തൊക്കെ സിദ്ദിഖ് പോണ സ്ഥലത്ത് അപ്പോൾ സിദ്ദിഖ് അപ്രത്യക്ഷമാവും, പിന്നെ വീണ്ടും പോലീസ് അവിടെ അപ്രത്യക്ഷമാവും. ഇതൊക്കെ അപ്പോൾ കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്താണെങ്കിൽ സിദ്ദിഖാണെങ്കിലും കാര്യക്ഷമമായി ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കേസിൽ അടൂരിൽ നിന്ന് പുലർക്കാലം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസാണ് കേരള പോലീസ്. അതെ, അതാണല്ലോ അദ്ദേഹം ഹീറോ. അതിനുശേഷം പെട്ടെന്ന് ഹീറോ ആവുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായക ഒരു വഴിത്തിരിവായിട്ട് ഞാൻ കാണുന്ന ആ രാത്രി അറസ്റ്റാണ്. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടം വിചാരിക്കാത്ത ലെവലിലേക്ക് ഉയർന്നുള്ള വസ്തുതയുണ്ട്. അത് പോട്ടെ, നമുക്ക് ഇവിടുത്തെ ഒരു വിഷയമല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന പുതിയ കാര്യമല്ല. നമുക്ക് ഇതിനു മുമ്പ് പലപ്പോഴും കണ്ട് പല ആൾക്കാർ അറസ്റ്റ് ചെയ്യാൻ ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ മിനിറ്റുകൾ പോലും വേണ്ടി വന്നില്ല. അത് രാഹുൽ ഈശ്വറെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഗൗരവമായ വിഷയമുണ്ട് അജിംസ്. അത് ശിക്ഷാർഹമായ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുള്ളത്. അതിൽ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ഈ കാര്യങ്ങളുടെ ഇടപെടൽ പല വീഡിയോകളും അതിനെക്കുറിച്ച് ഞാൻ കേട്ടിടത്തോളം അത് കുറ്റകരമായ പ്രവൃത്തി തന്നെ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. കാര്യം ഒരു അതിജീവിതയെ സംബന്ധിച്ചോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം, ആരെ സംബന്ധിച്ചോളം ഇത്തരം അധിക്ഷേപാർഹമായ വിധത്തിൽ സംസാരിക്കുന്ന ഗുരുതരമായ തെറ്റാണ്, പിഴവാണ്. ആ നടപടി ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിൽ എനിക്ക് സംശയം ഇരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറ്റത്തിന്റെ മെറിറ്റിനെ കുറിച്ചല്ല, കൂടുതൽ എന്താ പറയാ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം അതേസമയം തന്നെ ഒളിവിലിരുന്നുകൊണ്ട് തന്നെ നേരിട്ട് വക്കാലത്ത് ഒപ്പിട്ട് മടങ്ങുന്നു. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം രാഹുൽ ഈശ്വരെ മിനിറ്റുകൾ കൊണ്ട് പൊട്ടുന്നു. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിൽ പുലർക്കാലത്തെ അറസ്റ്റ് ചെയ്ത് അതേ പോലീസാണ് അദ്ദേഹത്തെ കണ്ടെത്താനാകാതെ അലയുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നു, ഈ രാഹുൽ മാങ്കൂട്ട അറസ്റ്റ് വൈകിപ്പിച്ച് അത് രാഷ്ട്രീയമായിട്ട് ഈ ചർച്ച എല്ലാം ലൈവായി നിൽക്കുക എന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ ആ തെറ്റിദ്ധാരണയേക്കാൾ ഉപരിയായിട്ട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സിദ്ദിഖിൻ്റെ ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മ വെച്ചിട്ട് പോലീസ് കാര്യക്ഷമല്ലെന്ന്, കേരള പോലീസിന് കഴിവില്ല എന്നുള്ള ധാരണയാണ് പൊതുവിൽ പ്രചരിക്കുന്ന കാര്യം. ഇതൊന്നും സാധിക്കാത്ത കാര്യമാണ് പോലീസിന് ഇതൊക്കെ അറിയാം, ആൾക്കാർക്ക് അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ റീഡ് ചെയ്ത് അവരുടെ പരാതി കൊടുത്താണ് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രോളായി പോകുന്ന വാർത്ത. അപ്പോൾ പോലീസിന് പ്രത്യേകിച്ച് കാര്യം സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ വരുന്ന വാർത്ത. സർക്കാരിന് വലിയ ക്ഷീണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അജണ്ടയൊക്കെ 2 ദിവസം ചർച്ച ലൈവാക്കി നിർത്താനൊക്കെ പറ്റുന്നതിനേക്കാൾ ഉപരി ദോഷമാണ് ചെയ്യുന്നത്. ഇവിടെ അതിനേക്കാൾ ഒപ്പം തന്നെ ശബരിമല വിഷയത്തിൽ നിന്ന് ഒരു വഴിമാറ്റം നമ്മുടെ ബഹുമാനപ്പെട്ട LDF പ്രതിനിധി പറയേണ്ടത് അതും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഗൗരവമായ വിഷയമാണ്. പക്ഷേ ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 2 വിഷയവും രാഹുൽ മാങ്കൂട്ടാകട്ടെ അതേ ശബരിമലയാകട്ടെ BJPയുടെ അജണ്ട വിഷയമാണ്. ഇവിടെ BJP പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ BJP പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ 2 വിഷയവും അയാൾ ഇവർ രണ്ടുപേരെയും 2 പ്രതിനിധികളെയും ആക്രമിക്കുന്നത് സംസാരിക്കുക. കാര്യം അവർക്ക് 2 പേർക്ക് ആ വിഷയം സ്വീകാര്യം. അതേസമയം തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എല്ലാവരും ലേബർ കോഡ് വിഷയം അത് കേരളത്തെ വലിയ ഭാഗത്തെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ തൊഴിലായി ബന്ധപ്പെട്ട് വലിയ ബാധിക്കുന്ന വിഷയമാണത്. അതൊരു ചർച്ചയാക്കാൻ പോലും എന്ന് 2-3 എഡിറ്റോറിയൽ എഴുതി. അതിനിടയിൽ ശിവൻകുട്ടിയെ സംബന്ധിച്ചുള്ള മന്ത്രി ആ കാര്യം ഒപ്പിട്ടു തുടങ്ങിയ ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് അവസാനം പിന്നോട്ട് പോയെങ്കിൽ കൂടി ഈ തൊഴിൽ കൂടെ ബന്ധപ്പെട്ട് ഗൗരവ വിഷയമാണ്. കേരളത്തിൽ ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണ്. അത് തദ്ദേശ സ്വയംഭരണ പ്രത്യേകമായി ബാധിക്കുന്നൊരു കാര്യം കൂടി. കാര്യം അടിസ്ഥാന ജനവിഭാഗങ്ങളെ ബന്ധപ്പെട്ട് പല വർഷങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അത് ചർച്ചയാക്കിയിട്ടില്ല. അതൊന്നും ഇവരെ സംബന്ധിച്ച് ഈ 2 മുന്നണി ഇതൊന്നും ചർച്ചാ വിഷയമല്ല. ഇതൊന്നും അവർക്ക് ചർച്ചാ വിഷയം ആക്കുന്നില്ല. BJPക്ക് വേണ്ടിയുള്ള അജണ്ട 2 പേര് സെറ്റ് ചെയ്ത് കൊടുക്കുക. അവർ വിചാരം ഇതൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അവസാനം ബെനിഫിറ്റ് ആർക്ക്, പ്രത്യേകിച്ച് നിയമസഭയല്ലാതെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തന്നെ BJPക്ക് അവരുടേതായ സ്പേസ് ചില സ്ഥലങ്ങൾ, പല സ്ഥലങ്ങളുണ്ട്, പല ജില്ലകളിലും പല വാർഡുകളിലുണ്ട്, പല കോർപ്പറേഷനുണ്ട്, പല മുനിസിപ്പാലിറ്റികളുണ്ട്. അവർക്ക് വേണ്ടി അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഉദ്ദേശമുണ്ട്. അതിൻ്റെ ഉദ്ദേശകാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശബരിമല ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കുന്നതിലൂടെ UDF BJPയെ സഹായിക്കുന്നു എന്നാണോ?
അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് അത് BJP അതിനകത്ത്, അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് രാഷ്ട്രീയ അജണ്ട വിഷയങ്ങൾ ഗൗരവമായിട്ട് പരിഗണിക്കണ്ടോ എന്നുള്ളതാണ്. ഒപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശബരിമല വിഷയം ബന്ധപ്പെട്ട് BJP ആ വിഷയം ഉന്നയിച്ചാൽ LDF-നും അതിൻ്റെ ചില നേട്ടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം ഈ കോൺഗ്രസിൽ നിന്ന് കിട്ടുന്ന വോട്ടിൽ BJP-യിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പോലെ സ്ഥലങ്ങളിൽ അതിൻ്റെ ഈ ഫസ്റ്റ് പാസ് പോസ്റ്റിലേക്ക് എൻ്റെ പേര് ഗുണഭോക്താവ് LDF ആണ്. അതുകൊണ്ട് BJP ഈ ക്യാമ്പയിനിലൊക്കെ BJP മുന്നിൽ വരുന്നതിന് LDF-ന് ചില താല്പര്യങ്ങളുണ്ടാവും. കാര്യം സംബന്ധിച്ചിടത്തോളം ഈ UDF നിന്ന് കിട്ടുന്ന കുറേ വോട്ടിൽ LDF-ലേക്കാണ് പോകുന്നത്, അല്ല BJP-യിലേക്കാണ് പോകുന്നത് പല സ്ഥലങ്ങളും. കാര്യം ഈ അജണ്ടകളുടെ ചില പൊതുസമാനം. അതുപോലെ തന്നെ രാഹുൽ മാവിൻ്റെ വിഷയത്തിലും ഈ ഒരു താല്പര്യം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഉന്നയിച്ചാൽ അതൊക്കെ കുറേ വോട്ടിൽ BJP കൊണ്ടുപോയാൽ അത് UDF നിന്ന് പോകുന്ന വോട്ടാണെങ്കിൽ അത് ക്ഷീണിക്കാൻ പോകുന്ന UDF ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട കാര്യം. പക്ഷേ എൻ്റെ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അജണ്ടകൾ, ഇത് ഞാൻ പ്രധാനപ്പെട്ട വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട എന്നൊന്നും ഞാനല്ല പറയുന്നത്. ഇത് ഇനി ആരും ആഗ്രഹിച്ചില്ലെങ്കിൽ ഈ വിഷയം ശബരിമല കൊള്ള ഈ തെരഞ്ഞെടുപ്പ് നിയമസഭ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ട വിഷയം അത്രയ്ക്ക് ദീർഘകാലത്തേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ലൈവായി നിൽക്കുന്ന വിഷയമുണ്ട്, അതും ചർച്ച ചെയ്യും. പക്ഷേ ഇത് മാത്രമല്ല കേരളത്തിലെ വോട്ടർമാരെ ബാധിക്കുന്ന വിഷയം. ശരിയായി ക്ഷേമ പെൻഷൻ മാത്രം, പക്ഷേ SIR എന്നൊരു വിഷയം കേരളത്തിലുണ്ട്. അത് ഇവർ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. അത് ആൾക്കാർ അനുഭവിക്കുന്നില്ല പ്രശ്നം. കാര്യം നമ്മുടെ വീട്ടിലിപ്പോഴാണ് SIR-ന് ഈ BLO-മാർ വന്നുകൊണ്ടിരിക്കുന്നത്. BLO-മാർ തന്നെ ആത്മഹത്യയെക്കുറിച്ച് വാർത്തയുണ്ട്. ഇതൊക്കെ കേരളത്തിൽ വാർത്തയുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് രണ്ടുപേരും കാണുന്നത്, രണ്ടുപേരും പറഞ്ഞത് എന്താ അവരുടെയൊക്കെ അല്ല ഇങ്ങനെ അശരീരി പോലെ അഭിപ്രായം പറയുന്ന പോലെയല്ല. ഇതൊരു ഗൗരവമായിട്ട് എന്തുകൊണ്ട് രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് ഈ പ്രത്യേകിച്ച് ഇത് നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. കാര്യം ഈ SIR പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ശ്രീ VR അനൂപ്, ഇവിടെ നോക്കൂ, യഥാർത്ഥത്തിൽ ശബരിമലയോ അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടമോ ഒന്നുമല്ല തെരഞ്ഞെടുപ്പ് അജണ്ടയാകേണ്ടിയിരുന്നത് എന്നാണ് ദാമോദർ പ്രസാദ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നോക്കുക, SIR ഒരു ഉദാഹരണമായി പറഞ്ഞു. ഈ കഴിഞ്ഞ ഈ പിണറായി വിജയൻ സർക്കാരുടെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കുന്നു, ഫണ്ട് വകമാറ്റുന്നു എന്നുള്ളൊരു വിഷയം സീരിയസ് ആയി സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ചിറകരിയുന്ന നിയമ ഭേദഗതികൾ ഈ പിണറായി വിജയൻ സർക്കാർ നടത്തിയിരുന്നു. ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് അജണ്ടയേ ആകുന്നില്ല. അതേക്കുറിച്ചൊന്നും UDF സംസാരിക്കുന്നേ ഇല്ല, SIR സംസാരിക്കുന്നില്ല. ശബരിമല യഥാർത്ഥത്തിൽ BJP ശരണം വിളിക്കും പോലെ UDF-ന് ശരണം വിളിക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് ആർക്കാണ് ഗുണകരമാവുക എന്ന ചോദ്യം കൂടി ദാമോദർ പ്രസാദ് ഉന്നയിക്കുന്നുണ്ട്. അല്ല അജിൻസെ, അതൊരു തെറ്റായ വായനയാണ്. ഇപ്പോൾ ശബരിമല വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് സംഘപരിവാറിന് അതൊക്കെ വിട്ടുകൊടുക്കണോ? ശബരിമലയിൽ വരുന്ന കേരളത്തിലെ ഈ അയ്യപ്പ ഭക്തരൊക്കെ BJP-കാരാണോ? അവിടുത്തെ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം എന്താ? ശബരിമലയിൽ പോലും ഞങ്ങൾ ഈ പറയുന്ന മതേതരത്വത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഈ വാവർ സ്വാമിയുടെ സന്നിധാനത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്, യോഗി ആദിത്യനാഥ് അവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടെന്നേ. ഇത് തെറ്റായ നറേറ്റീവാണ്. ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്ന BJP അങ്ങനെയൊന്നും ഇല്ലാന്നേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചത്? അത് UDF-ന് അതിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ സംഘപരിവാർ വിചാരിക്കുന്നത് എന്താ? സംഘപരിവാർ ഇപ്പോൾ ബഹുമാന്യനായ അദ്ദേഹം ദാമോദർ പ്രസാദ് അദ്ദേഹം പറഞ്ഞത് എന്താ? പ്രാദേശികമായിട്ട് BJP ഇതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഇവിടെ കോൺഗ്രസ് UDF നടത്തിയതുപോലെ ശബരിമല വിഷയത്തിൽ സംഘപരിവാർ സമരത്തിന് ഒരുങ്ങിയിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ BJP ഇപ്രാവശ്യം പേരൊരു സമരം നടത്തി പിൻവാങ്ങുകയായിരുന്നു. അത് ശബരിമലയെ കുറിച്ചുള്ള സംഘപരിവാർ നറേറ്റീവ് എന്താണ് എന്ന് ചില കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അല്ലാതെ നമ്മളും കാണുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയോ? അവർ പിണറായി വിജയനെയോ CPM-നെയോ അല്ല കുറ്റപ്പെടുത്തുക, ഇടത് വലത് മുന്നണികൾ ഭരിച്ച് മുടിക്കുന്ന ക്ഷേത്രങ്ങൾ, അതാണ് അവിടുത്തെ നറേറ്റീവ്. അല്ല, അവരുടെ ആ നറേറ്റീവ് അല്ലല്ലോ UDF-ന്റെ നറേറ്റീവ്. അതാണ് അതിൽ വ്യത്യസ്തം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശബരിമല CPM അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം കാര്യം നടക്കുമ്പോൾ അത് BJP ആ വിഷയം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറി നിൽക്കണം. അത് ആർക്കാണ് ഉപകാരപ്പെടുക? ഞങ്ങളതിനെ അഡ്രസ്സ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങളത് അഡ്രസ്സ് ചെയ്യുന്നു. ശബരിമല നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ അവിടെ വന്നതിനെ കുറിച്ച് പറയുന്നു. ഈ സംഘപരിവാറിൻ്റെ സംശയകരമായ മൗനത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ ശരിയാണ് രാഷ്ട്രീയമായ ശരിയെന്ന് കാലം തെളിയിക്കുന്നത്. കാരണം അതിൻ്റെ അനുഭവം മുന്നിലുണ്ട്. അല്ലെങ്കിൽ ശബരിമല പോലൊരു വിഷയം വരുമ്പോൾ അത് സംഘപരിവാർ അങ്ങോട്ട് വിമർശിക്കട്ടെ, നമ്മളതിൽ തൊടില്ല എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കാ? സംഘപരിവാറിനാ. സംഘപരിവാറിന് ഇപ്പോൾ ഞങ്ങളോടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ഇത് കോൺഗ്രസിനെ കൂട്ടി വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ശബരിമല സമരകാലത്ത് പോലും ഇവിടെ കോൺഗ്രസ് എടുത്തൊരു നിലപാടാണല്ലോ ശരിയെന്ന് തെളിയിച്ചില്ലേ? CPM എന്താ ചെയ്തത്? CPM ഒരു വശത്ത് നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു,
മറുവശത്ത് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞത് എന്താ, ഈ ഇവിടുത്തെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ BJPയുടെ സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെ കൃത്യമായ ക്ലാരിറ്റിയുള്ള നിലപാടെന്ന് പറയുന്നത് വിശ്വാസത്തെയും വിശ്വാസികളെയും സംഘപരിവാറിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടാണെന്നേ. ഇവിടെ ഞാൻ ഒരു കാര്യം അജിംസിനോട് ആവർത്തിച്ച് പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2 സർക്കാരുകൾ നടത്തുന്ന RSS പ്രീണനാണെന്നേ. അത് വിദ്യാഭ്യാസ വകുപ്പിലോ PMCയിലോ പരിമിതപ്പെടുന്ന ഒന്നാണോ? ആഭ്യന്തര വകുപ്പ് RSSന്റെ ഉപകരണമായി. ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും RSS അജണ്ടകൾ നടപ്പിലാക്കുന്ന വിഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. RSSന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അങ്ങ് പറഞ്ഞ് അതിനെ പ്രതിരോധിച്ച് കളയാമെന്നാണ് ഇവിടെ CPM വിചാരിക്കുന്നത്. അത് നടക്കില്ല എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വിലയിരുത്തട്ടെ. ഞങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തു, സമാനമായ കേസുകളിൽ CPM എന്ത് ചെയ്തു എന്നുള്ള താരതമ്യം ജനങ്ങൾ നടത്തട്ടെ. ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന ഡിബേറ്റുകളിൽ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ശബരിമല ചർച്ച ചെയ്യുന്ന എത്രയോ സമയങ്ങൾ ബഹിഷ്കരിച്ചു. ഇവർ വിചാരിക്കുന്നത് എന്താ, ശബരിമല അങ്ങ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ CPMന്റെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ലാന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്തോ, എത്ര വേണമെങ്കിലും ചർച്ച ചെയ്തോ. പക്ഷേ അതിനും എത്രയോ ഇരട്ടി, എത്രയോ പ്രഹരശേഷിയുള്ള വിഷയമായി മറ്റു വിഷയങ്ങൾ അവിടെ പൊന്തി തന്നെ നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ സംവിധാനത്തിൻ്റെ വിഷയമല്ലല്ലോ. ഒരാൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സർക്കാർ സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യാതിരിക്കുന്നതിനൊരു കാരണമായി ഈ വിഷയം മാറാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ സുരേഷ്, ഇവിടെ പിണറായി വിജയൻ സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ കഴിഞ്ഞ 2 ടേമിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനുണ്ടാകും. പക്ഷേ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നയം, പിന്നീട് അതിലുള്ള നയം മാറ്റം, ഇപ്പോൾ സ്വർണ്ണക്കൊള്ള, ഈ 3 വിഷയങ്ങൾ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഒരുപക്ഷെ ഈ മാങ്കൂട്ടം ക്യാമ്പയിൻ കൊണ്ട് സാധിക്കണമെന്നില്ല സുരേഷ്. അത് കുറെ കൂടി കേരള സമൂഹത്തിൽ ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയമായി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നമുക്ക് ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ അനൂപ് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് BJP CPM ഒരു സഖ്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് നുണ പറഞ്ഞ് ജനങ്ങളെ അവരുടെ ബുദ്ധിയെ അല്ലെങ്കിൽ സാമാന്യ യുക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തല്ലേ തലസ്ഥാന നഗരിയിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ നേതാവിൻ്റെ ഏറ്റവും മതസ്പർദ്ധയാർന്ന പ്രസംഗം, ആ പ്രസംഗത്തിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് എടുത്ത കേസ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ലേ പിൻവലിച്ചു കൊടുത്തത്? അതുപോലെ തന്നെ തിരുവനന്തപുരം MG കോളേജിൽ RSSകാരുടെ CIയുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ കാല് ബോംബെറിഞ്ഞ് തകർത്ത കേസ് അത് പിൻവലിച്ചു കൊടുത്തത്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാനൊരു കേവലമായ 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിൽ RSSകാരെ വഴിവിട്ട് സഹായിക്കുന്ന സമീപനം സ്വീകരിച്ച് അവരുമായി അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കി കേവലമായ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നതിനപ്പുറത്തേക്ക്, സങ്കുചിതമായ രാഷ്ട്രീയ വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ദിശാബോധത്തോടുകൂടി ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണിക്കോ കോൺഗ്രസിനോ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പാപഭാരമാണ് നിങ്ങൾ പേറുന്നത്. അത് ഏതൊരു സംഭവം എടുത്ത് നോക്കിയാലും ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളിനകത്തും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ നടന്നിട്ടുള്ള വർഗീയ ലഹളകളിലൊക്കെ ഉണ്ടായിട്ടുള്ള, ഞാൻ അത് പേരൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെയെല്ലാം ഈ RSS സംഘടനകൾക്ക്, സംഘപരിവാര സംഘടനകൾക്ക് വിടുപണി ചെയ്തു കൊടുക്കുന്ന ഒരു നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ UDF ഇത്രമാത്രം ജനങ്ങളുടെ മുന്നിൽ വെറുക്കപ്പെടാനിടയായത് എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാത്തതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട അത് സെറ്റ് ചെയ്യുന്നത് ശബരിമലയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ ഒരു മറുവികസന നയം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ
പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ കക്കൂലിക്കാർ എന്ന് വിശേഷിപ്പിക്കില്ലായിരുന്നു. പെൻഷൻ പണത്തെ കക്കൂലി പണം എന്ന് വിശേഷിപ്പിക്കില്ലായിരുന്നു. ഇതെല്ലാം വിശേഷിപ്പിച്ചത് ആരാണ്? ഇത് വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പെൻഷൻ തുക വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം എടുക്കേണ്ട സമീപനം എന്താണ്? അദ്ദേഹം എടുക്കേണ്ട സമീപനം ഇത് ഇടതുപക്ഷത്തിൻ്റെ ഔദാര്യമല്ല, മറിച്ച് ഐക്യജനാധിപത്യ മുന്നണി കൂടെ പിന്തുണ നൽകി എടുത്ത ഒരു തീരുമാനമാണെന്ന് ജനങ്ങളോട് പറയുന്നതിന് പകരം പെൻഷൻ വാങ്ങുന്ന ജനങ്ങളെ കക്കൂലിക്കാർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ ഈ UDF എവിടെ എത്തി നിൽക്കുന്നു എന്നത് സുരേഷ് കുമാർ, അത് പ്രതിപക്ഷ നേതാവ് കാര്യത്തിൽ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. അതായത് 4.5 വർഷമുണ്ടായിട്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കാതെ, 4.5 വർഷമുണ്ടായിട്ടും പെൻഷൻ തുക വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വർദ്ധിപ്പിക്കുന്നതാണ് അത് കൈക്കൂലി, ജനങ്ങൾക്കുള്ള കൈക്കൂലിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനങ്ങളെ കൈക്കൂലിക്കാരെന്ന് വിളിക്കുകയല്ല, അത് ജനങ്ങൾക്കുള്ള കൈക്കൂലിയാണ് എന്നാണ് പറഞ്ഞത്. അല്ല, കക്കൂലിയാണെങ്കിൽ ആ പണം വാങ്ങുന്നത് കക്കൂലിക്കാരല്ലേ? അത് അങ്ങനെയല്ല കൊടുക്കേണ്ടത്. നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. 4.5 കൊല്ലത്തെ ഭരണത്തിന് നേരത്തെ ചെയ്യാമായിരുന്നു എന്നാണ് പറയുന്നത്. അത് വാങ്ങുന്നവർ, അത് കക്കൂലി എന്ന് പറയുന്നത് കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരുപോലെയല്ലേ കുറ്റക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്ത് ഇത് കക്കൂലി പണമാണെന്ന് പറയുമ്പോൾ അത് വാങ്ങുന്നവരെ മറ്റെന്ത് തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്? അജിംസ്, എനിക്കത് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കൊടുക്കുന്നവരെ എന്ത് വിശേഷിപ്പിക്കണം? അങ്ങനെ ചെയ്യുന്നവരെ ബീഹാറിൽ 10,000 രൂപ സ്ത്രീകൾക്ക് വിശേഷിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും 10,000 രൂപ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതിന് നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ അത്തരം രീതിയെ? അല്ല, നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾ പെൻഷൻ നയനാർ സർക്കാർ ഈ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ വിശേഷിപ്പിച്ചത് ഇത് പ്രത്യുൽപാദനപരമല്ല എന്നാണ്. അതേ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ മാറിയ കാലഘട്ടത്തിൽ എല്ലാ സംസ്ഥാനത്തും ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് ഭരണം, ജനങ്ങളും തമ്മിലുള്ള ഈ ദൂരം കുറയ്ക്കുക എന്നുള്ളതാണ്. എല്ലാ വികസനത്തിൻ്റെ സമസ്ത മേഖലയിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് പോലെ വികസനത്തിൻ്റെ സ്വാദ് എല്ലാ ജനങ്ങളിലേക്കും, എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഒരു സർക്കാർ നടപ്പിലാക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ വിശേഷിപ്പിക്കുകയല്ല വേണ്ടതെന്നുള്ള ഒരു എളിയ റിക്വസ്റ്റ് കൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? തങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചിരുന്ന 2011 മുതൽ 2011 മുതൽ 2016 വരെയുള്ള ഒരു കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നു കേരളത്തിൽ സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ ഇത് തീവെട്ടിക്കൊള്ള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. ഇവിടെ നടക്കുന്നത് കാട്ടുകൊള്ളയാണെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാർ. ആ മന്ത്രിസഭാ ഉപസമിതി എന്ത് കണ്ടെത്തി? ആ തീവെട്ടിക്കൊള്ളയിൽ എത്ര പേർ അറസ്റ്റ് ചെയ്തു? എത്ര അഴിമതികൾ കണ്ടെത്തി കേസെടുത്തു? അല്ല, ഞാൻ പറഞ്ഞതിനെ മന്ത്രിസഭാ ഉപസമിതി എത്ര തീവെട്ടിക്കൊള്ള കണ്ടെത്തി? നിങ്ങൾ ആ കേസുകൾ അതല്ല, ആ ക്രമക്കേട് നടത്തിയവരെ നിങ്ങൾ അങ്ങനെ സെറ്റിൽ ചെയ്തു എന്ന് ജനങ്ങളോട് പറയണ്ടേ? ഉമ്മൻചാണ്ടി തീവെട്ടിക്കൊള്ള നടത്തി, അത് അവര് തന്നെ വിളിച്ചു പറഞ്ഞാണ്. മുരളീധരനും സതീശനും വിളിച്ചു പറഞ്ഞാണ് അത് തീവെട്ടിക്കൊള്ളയാണ്, കടുംവെട്ടാണ് എന്ന്. നിങ്ങൾ അതിൽ അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾ നടപടി സ്വീകരിച്ചു. അല്ല, ഈ കടുംവെട്ടാണെന്ന് വിശേഷിപ്പിച്ച ആള് KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ VM സുധീരനാണ്. ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ അധികാരം കിട്ടുമ്പോൾ ആ രാഷ്ട്രീയ അധികാരത്തിനകത്ത് അവർക്ക് വീതം വെക്കലിനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റത്തെ യുദ്ധമാണ് കോൺഗ്രസ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വെറുക്കപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയാണ് കള്ളപ്രചാരവേലയിലൂടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. ആ കേസിനെയോ അതിന്റെ അനന്തര കോൺസിക്വൻസസിനെ കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ കാലഹരണപ്പെട്ടുപോയ, ജനങ്ങൾ വെറുത്തുപോയ ഒരു വ്യവസ്ഥിതിയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അഹോരാത്രം പണിയെടുക്കുകയാണ്. പക്ഷേ അത് ജനങ്ങൾ ചെവിക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ടാണ് അവർ ശബരിമലയിൽ ഈ വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ആസന്നമായ തെരഞ്ഞെടുപ്പിനെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നു, അത് ചർച്ച ചെയ്തോളൂ, നിങ്ങൾ ചർച്ച ചെയ്തോളൂ. പക്ഷേ ആ ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കേരളത്തിൽ നടപ്പിലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷക്കാലം
വർഗീയ ലഹളകളില്ലാത്ത 10 വർഷക്കാലം, നിയമന നിരോധനമില്ലാത്ത 10 വർഷക്കാലം, ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നിയമനങ്ങൾ നടത്തിയ 10 വർഷക്കാലം, ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച 10 വർഷക്കാലം, കൊച്ചി മെട്രോ സ്ഥാപിച്ച ജല മെട്രോ സ്ഥാപിച്ച 10 വർഷക്കാലം, അതുപോലെ തന്നെ ഹൈവേ വളരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മരണപ്പെട്ടുപോയ പദ്ധതികളാണ് പൈപ്പ് ലൈനും ഗെയിൽ പൈപ്പ് ലൈനും അതുപോലെ തന്നെ ഹൈവേയും. ആ ഹൈവേയും പൈപ്പ് ലൈനും ഒക്കെ ഗെയിൽ പൈപ്പ് ലൈനും ഒക്കെ സ്ഥാപിച്ച് ഈ നാട്ടിൽ ജനങ്ങളുടെ അങ്ങേയറ്റത്തെ പിന്തുണ ഏറ്റുവാങ്ങിയ ഒരു സർക്കാർ വികസനം മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ശബരിമല മാത്രം ചർച്ച ചെയ്യാൻ മതി എന്ന് പറയുന്ന ആ ഒരു സമീപനമുണ്ടല്ലോ, അദ്ദേഹം ശബരിമല മാത്രം ചർച്ച ചെയ്യുന്നില്ല. SAR ഒരു രാഷ്ട്രീയ വിഷയമല്ലേ? തീർച്ചയായും. ഇന്ന് നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി SIR-നെ സംബന്ധിച്ച് വളരെ വിശദമായി അത് അകാരണമായി ഞങ്ങളെ കൂടെ പ്രക്ഷോഭത്തിൻ്റെയും ഞങ്ങളുടെ കൂടെ പ്രതികരണങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇപ്പോൾ SIR ഇപ്പോൾ നീട്ടി നൽകാൻ വേണ്ടി കൂടെ തീരുമാനിച്ചിട്ടുള്ളത്. ആ രൂപത്തിലേക്ക് അകാരണമായി ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്നും ബോധപൂർവം പുറത്താക്കപ്പെടരുത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ പ്രസ്താവനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിശക്തമായ പ്രക്ഷോഭം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്ന് ഈ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടൻ തന്നെ വൈകി ഉദിച്ച വിവേകമെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് MV ജയരാജൻ ആ കാര്യത്തെ വിശേഷിപ്പിച്ചത്. ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഇടപെടാനും ആ വിഷയത്തിനകത്ത് കൃത്യതയോടുകൂടി അഭിപ്രായം പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന വിഷയം മാത്രം ചർച്ച ചെയ്താൽ മതി, ഞങ്ങൾ സെലക്റ്റീവ് ആവുകയാണ്. എന്തിനാണ് നിങ്ങൾ സെലക്റ്റീവ് ആകുന്നത്? നിങ്ങൾ വികസന വിഷയ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സെലക്റ്റീവ് ആകുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടുണ്ട്. ആ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിയുന്നില്ല, BJPക്ക് കഴിയുന്നില്ല. അവരുടെ പടലപ്പിണക്കങ്ങൾ, അവർക്കിടയിലെ അസ്വാരസ്യങ്ങൾ, അവർക്കിടയിലെ അടിപിടി, അവരുടെ വെട്ടുകിളിക്കൂട്ടം, അവരുടെ തന്നെ സംസ്ഥാന നേതാക്കന്മാരെ ആക്രമിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് കണ്ണീരൊഴുക്കി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇനി എന്നെ ആക്രമിച്ചാൽ ഞാൻ ബാക്കി പറയാനുള്ളത് മുഴുവനും പറയുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ കേട്ട ദിവസമാണിന്ന്. അതല്ലേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്? ഒരു പാർലമെന്റ് അംഗം, കേരളത്തിന്റെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം വിലപിക്കുകയാണ്, ഇനി എന്നെ ആക്രമിച്ചാൽ, ഇനി എനിക്കെതിരായി സൈബർ ആക്രമണം നടത്തിയാൽ എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി പറയുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുകയാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ KPCCയുടെ ജനറൽ സെക്രട്ടറി ഒരു വനിതയെ സൈബർ ഇടത്തിൽ ആക്രമിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാകപ്പെടാൻ പോവുകയാണ്. ഈ രൂപത്തിൽ കോൺഗ്രസ് അങ്ങേയറ്റം അധപ്പതനത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന ദിവസമാണെന്ന്. അതിൽ നിന്നും അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആ രക്ഷ ശബരിമലയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന നോട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വൃഥാവിലാകാൻ ഈ തെരഞ്ഞെടുപ്പിൽ. ശ്രീ ദാമോദർ പ്രസാദ്, ഈ ഇത്തരം ഗ്രാൻഡ് പൊളിറ്റിക്കൽ നാരേറ്റീവ്സ് യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെലവാകും? ഉദാഹരണം അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ SIR മുതൽ വികസന പ്രശ്നങ്ങൾ മുതൽ ഇത്തരം കാര്യങ്ങളാണോ യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അജണ്ട ആവുക? അതല്ല വളരെ പ്രാദേശികമായ ഒരു മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് അത് വർക്ക് ചെയ്യുകയാണോ ചെയ്യുക? ഒരു രണ്ട് കാര്യം എനിക്ക് അജിം സാറിനോട് പറയാൻ. ഇപ്പോൾ സുരേഷ് കുമാർ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ ശരിയാണ്. അതുപോലെ CPM കൂടി പരിശോധിക്കുന്ന കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസം സുധാകരൻ അദ്ദേഹത്തെ CPMന്റെ സൈബർ പോരാളികളെന്ന് അധിക്ഷേപിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ കേട്ടതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പോലെ തന്നെ ഇതുപോലെ സൈബർ ഗുണ്ടാപ്പട CPMന്റെ ആൾക്കാർ സുധാകരനെ വളരെ അവരുടെ പരിണതപ്രജ്ഞയെ വളരെ മുതിർന്ന നേതാവിനെ ആക്രമിച്ച കാര്യവും അദ്ദേഹം തന്നെ TV മുമ്പാകെ വന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ VR രൂപ ഒരു വിമർശനം ഉന്നയിച്ചതിന് സുരേഷ് കുമാറിന് വളരെ കൃത്യമാണ്. അതായത് സംഘ് പരിവാറുമായി ബന്ധപ്പെട്ടുള്ള ബാന്ധവത്തെക്കുറിച്ച് അതിൽ അന്തർധാരയുണ്ടെന്നും നമുക്ക് അന്തർധാര കണ്ടെത്താനുള്ള പ്രത്യേക കഴിവൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല അന്തർധാര. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു, ഈ ഹിന്ദു സമ്മേളനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. നമുക്കറിയാം PC ജോർജിനൊപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും അധിക്ഷേപകരമായിട്ട് കേരളത്തിൽ ഏറ്റവും വലിയ മുസ്ലിം ഭീതിയും മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച ആരാണ് കേരളത്തിൽ സമീപകാലത്ത്? സുരേഷ് കുമാറിന് അറിയാവോ അറിയില്ല, തിരുവനന്തപുരത്ത് എനിക്കറിയില്ല, ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ അറിയാം. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ, നിങ്ങളുടെ നവോത്ഥാന സമിതി ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷത്തിന് പറ്റി പോയി അദ്ദേഹത്തിൻ്റെ നാക്ക് സരസ്വതി വിലാസമാണെന്ന്, തൊഗാടിയുടെ നാക്ക് എന്ന് പിണറായി വിജയൻ പറഞ്ഞ ആ നാക്കിനെ സരസ്വതി വിലാസം എന്ന് പ്രകീർത്തിച്ചു. രണ്ടാമത് അദ്ദേഹം ആവർത്തിച്ചത് പറഞ്ഞു,
ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ വിദ്വേഷം പറഞ്ഞിട്ടുണ്ട്, മലബാർ വിദ്വേഷിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ മുസ്ലിം വിദ്വേഷം നടത്തിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ കഴിഞ്ഞ എ വിജയരാഘവൻ പറഞ്ഞിരുന്നു അദ്ദേഹം എന്തോ വലിയ മഹാനേതാവാണ്. ആയിരിക്കാം, ഞാൻ അദ്ദേഹം നേതൃത്വ കഴിവോ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പേരെടുത്ത് വിമർശിക്കാൻ, എന്ത് പറഞ്ഞു അതിന് വിമർശിക്കാനും തള്ളാനും തിരസ്കരിക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റിയിട്ടില്ലല്ലോ. നഗ്നമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളത്. തിരുവനന്തപുരത്ത് എന്ത് ഗുണം ചെയ്യാലോ, പക്ഷേ മറുഭാഗത്ത് വളരെ ദോഷം ചെയ്യാൻ പോകുന്നു. മൂന്നാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ ഹിന്ദുവിന് കൊടുത്ത, ഇപ്പോഴും തിരുത്തപ്പെടാതെ കിടക്കുക മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം. മലപ്പുറത്ത് അൻവറായി ബന്ധപ്പെട്ടെന്നുണ്ടായ ശേഷം മലപ്പുറത്തെക്കുറിച്ച് ഹിന്ദു കൊടുത്ത ഇൻ്റർവ്യൂ എങ്ങനെ ഹിന്ദു ഇൻ്റർവ്യൂ ഒന്നും ഇപ്പോഴും അജ്ഞാതമാണ്. അതിനെക്കുറിച്ച് ഒരു തെളിവും നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എങ്ങനെ സംഭവിച്ചു, PR ആണോ മുഖ്യമന്ത്രി കൊടുത്താണോ കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അനാവരണം ചെയ്യപ്പെടാൻ കിടക്കുന്നുണ്ട്. അതിനകത്ത് മലപ്പുറത്ത് പരാമർശം പറഞ്ഞു. ഈ പരാമർശം വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അത് സംഘപരിവാർ അജണ്ടയാണോ, സംഘപരിവാർ അന്തർധാരണയാണ്. പക്ഷേ സംഘപരിവാറായി ബന്ധപ്പെട്ട് ഹിന്ദു രാഷ്ട്രീയം ഉപയോഗിക്കുന്ന അതേ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവവും ഭാവവുമുള്ള പ്രതികരണങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കുന്ന വിധത്തിൽ നിങ്ങളത് എങ്ങനെ മനസ്സിലാക്കുന്നു? ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ചിലപ്പോൾ പരിമിതികളുണ്ടായിരിക്കാം, രാഷ്ട്രീയ പരിമിതി. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന സ്ഥലവും ചിലപ്പോൾ മനസ്സിലാക്കാൻ പര്യാപ്തമായിരിക്കും. പക്ഷേ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അത് വിദ്വേഷജനകമാണ്, അത് എതിർക്കപ്പെടേണ്ടതാണ്, തിരസ്കരിക്കപ്പെടേണ്ടത്, പിടിച്ച് പുറത്താക്കപ്പെടേണ്ടതാണ് അഭിപ്രായം. പക്ഷെ അത് ചെയ്തിട്ടില്ല. അതിന് പ്രകീർത്തിക്കുകയാണ്, ആവർത്തിച്ച് പ്രതികരിക്കുകയാണ്. ഒരു അക്ഷരം ഉയരാനുള്ള ധൈര്യം പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സെക്കുലർ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള, പക്ഷേ സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം വളരെ മോശപ്പെട്ട കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇതൊരു സത്യമാണ്. ഇനി അടുത്ത കാര്യം, നിങ്ങൾ അജിംസ് ചോദിച്ച കാര്യത്തിൽ ഈ അജണ്ടയെ ബന്ധപ്പെട്ട് ഈ ബൃഹത്ത് അജണ്ടയെ ബന്ധപ്പെട്ട കാര്യം ശരിയാണ്. ഈ ഗ്രാൻഡ് നെഗറ്റീവ് നിയമസഭ പോലുള്ള അല്ലെങ്കിൽ ലോക്സഭ പോലെ തെരഞ്ഞെടുപ്പിലെ പറഞ്ഞത്. പക്ഷേ SIR പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും BLOമാർ എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആകാംക്ഷകൾ പല സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ സ്വകാര്യ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, റെസിഡൻസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ ആശങ്കകൾ കാണാൻ പറ്റും. അപ്പോൾ ചെറിയ വിഷയമല്ല. നമ്മൾ കാണാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കയുണ്ട്. കാര്യം എല്ലാവരും വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള, അതായത് പൊളിറ്റിക്കൽ ലിറ്ററേറ്റ് ആയിട്ട് എന്ത് നടക്കുന്ന കുറിച്ചല്ല എല്ലാവർക്കും സംബന്ധിച്ചുള്ള അത് ഉണ്ടാക്കുന്ന ഒരു ആശങ്ക ചെറിയതല്ല. ഒപ്പം തന്നെ BLOമാരുടെ ആത്മഹത്യ പ്രധാനപ്പെട്ട വിഷയമാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് SIR. അത് കോൺഗ്രസ് സംബന്ധിച്ചോളം അവർ ഓൺ ചെയ്യേണ്ട വിഷയമാണ്. കോൺഗ്രസ് ആയാലും CPM അത് പിന്നീട് ഏറ്റെടുത്തെങ്കിലും ഓൺ ചെയ്യാവുന്നൊരു വിഷയമാണ് SIR സംബന്ധിച്ചോളം. കാര്യം രാഹുൽ ഗാന്ധിയാണ് ആ വിഷയം വോട്ട് ചോദ്യം ബന്ധപ്പെട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് മുമ്പ് കൊണ്ടുവന്ന വിഷയം. അതൊരു ഗൗരവമായ വിഷയമാകുന്നുണ്ട്, ഗ്രാൻഡ് വിഷയം തന്നെയാണ്. കാര്യം നിയമസഭ പോലെ വിഷയങ്ങൾ ലോക്സഭ. പക്ഷേ അതൊന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം, നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് അനുഭവിക്കേണ്ട പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നീട്ടിവെക്കേണ്ടി വന്നത്. ആ ഫോം വാങ്ങുന്നത് ബന്ധപ്പെട്ട് നീട്ടിവെക്കേണ്ടി വന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതൊരു വിഷയമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രാഷ്ട്രീയ വിഷയമാണ്. രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശീയമായ വിഷയങ്ങൾ, വാർഡ് തല വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചാ വിഷയം. അപ്പോൾ ദേശീയപാത എടുക്കുക, ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ദേശീയപാതയായിട്ട് വരുന്നത്. നിയമസഭയിലെ പോലെ ആയിരിക്കില്ല തദ്ദേശ സ്വയംഭരണ ദേശീയപാത ചർച്ച ചെയ്യണം. കാര്യം ദേശീയപാത പല ലോക്കൽ സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും നമ്മുടെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ, മലബാർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തദ്ദേശീയമായിട്ട് വലിയ വികാരം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പഴയ പറഞ്ഞ പോലെ തന്നെ രണ്ട് രാജ്യങ്ങളെ പിരിയുന്ന പോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. പല ലോക്കൽ സ്ഥലങ്ങളിലും അവർക്ക് പ്രവേശിക്കാനും പോകാനും സ്ഥലമില്ലാത്ത സ്ഥിതിയുണ്ട്. ഇതൊക്കെ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബാധിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ദേശീയപാത ഒരു മഹത്തായ സംഭവമായിട്ട് നമ്മൾ കേരളത്തിൽ അവതരിപ്പിക്കുകയും അതൊരു വികസന നേട്ടമായിട്ട് അവതരിപ്പിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങൾ അത് എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടാമെന്ന് കണ്ടു കാണണം. കാരണം ഞാൻ എടുത്തു പറയാം, പല സ്ഥലങ്ങളിലും അത് പ്രാദേശിക തലത്തിൽ ദേശീയപാതയുടെ വികസനം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളും അവിടെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. കാര്യം യാത്ര ചെയ്യുന്ന ബന്ധപ്പെട്ട അവർക്ക് എൻട്രി പോയിന്റ് ഇല്ലാത്ത പ്രശ്നം, ഔട്ട് എക്സിറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ചർച്ചാ വിഷയമാണ്. അതൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് നേരിട്ട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം ഇതൊക്കെ ഈ ദേശീയപാതയെ ബന്ധപ്പെട്ട്. അപ്പോൾ അതെന്തായാലും ഭാഗ്യവശാലും നിർഗ്ഗാവശാലും ഇപ്പോൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാവും. നമ്മളറിയാം, നമുക്ക് ഒരുപക്ഷെ പൊതുവല്ലാത്ത ഓരോ പ്രാദേശികമായ വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഇപ്പോൾ ഇവിടെ BJP പ്രവർത്തകൻ്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട വിഷയം തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. BJP സംബന്ധിച്ചോളം ഒരു ഗൗരവമായ വിഷയമാണ്. അവർ എന്ത് മറുപടി എടുത്താലും അത് UDF സംബന്ധിച്ചോളം LDF ക്യാമ്പയിൻ ചെയ്യുന്ന വിഷയമാണ്. അത് ആത്മഹത്യയെ ബന്ധപ്പെട്ട വിഷയം തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ പ്രാദേശികവും ഓരോ കോർപ്പറേഷൻ പല വിഷയങ്ങളും ഇതിൻ്റെ അകത്തുണ്ടാവും. ഇതൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ SIR എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അതൊരു ബീഹാറിലെ വിഷയമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഭവത്തിലെ വിഷയമായതുകൊണ്ട് ഞാനതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്ന് പറയാൻ കാരണം. അനൂപ് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു. അനൂപ്, ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള ആക്രമണത്തെക്കുറിച്ചൊന്നും CPM-ന്റെ പ്രതിനിധി ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ അടക്കം ആൾക്കൂട്ട ആക്രമണം, മോബ് ലിഞ്ചിങ്ങിനെ അതിജീവിച്ച നേതാവാണ് അദ്ദേഹം. അപ്പോൾ അത്തരം ആശങ്കകളൊന്നും വേണ്ട. നിങ്ങളുടെ നേതാക്കന്മാർ സുധാകരൻ അടക്കമുള്ളവർ ഈ സൈബർ സ്പേസിൽ എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം സൈബർ ആക്രമണങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണങ്ങളല്ല ഒരു പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുന്നത്. അത് സംഘടനാപരമായ ബോധ്യങ്ങളിലാണ്. ആ ബോധ്യങ്ങൾ അദ്ദേഹത്തിന്റെ വിലാപം എന്ന് കേരളം കേട്ടത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ
അദ്ദേഹത്തിന് വിലപിക്കേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് ഭീഷണി മുഴക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആർക്കെതിരാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണെങ്കിൽ ആ വെട്ടുവിളിക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്നും വേണമെങ്കിൽ വിശദീകരിക്കാം. വളരെ നന്ദി ശ്രീ. ശരി, വളരെ നന്ദി ശ്രീ അനൂപ്, ശ്രീ സുരേഷ് കുമാർ, ശ്രീ ദാമോദർ പ്രസാദ് ഇത്രയും സംസാരിച്ചു.